അങ്ങനെ മൾട്ടി ആയിട്ട് പ്രിന്റ് ചെയ്യുന്ന രീതി അതിന്റെ പ്രായോഗിക വശം ഞാൻ പറഞ്ഞുതരാം. ഈ പത്രത്തിലേക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഇതിനെ 4 ചാനലായിട്ട് മാറ്റം പറഞ്ഞു അല്ലെ. അപ്പൊ ഓരോ സ്ലൈഡിനകത്ത് ഈ കാണുന്ന ഓരോ സ്ലൈഡിൽ കയറുക അതാത് ചാനൽ അതാത് പ്ലേറ്റിലൂടെ മേലെ സെറ്റ് ചെയ്ത് നിൽക്കുക അല്ലെ. പ്ലേറ്റിൽ വെച്ചിട്ടാണ് താഴേക്കുള്ള ഇംപ്രഷൻ സിലബറാണ്. കൺകൂടെ പോകുമ്പോഴത്തേക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഇവിടുത്തെ ഈ കാർട്ടോട്ട് കയറുന്നു. താഴെ പോകുമ്പോഴത്തേക്ക് പ്രത്യേക പേപ്പർ പോകുമ്പോഴത്തേക്ക് ഈ ഇംപ്രഷൻ അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ പ്ലേറ്റിന്റെ പ്രത്യേകത നമ്മൾ എടുക്കുന്ന പ്ലേറ്റിനകത്ത് ആ ചാനലിനകത്ത് വളരെ പോയിന്റിൽ ചെറിയ പ്രൊജക്ഷൻ വരും. വളരെ പോയിന്റിൽ ചെറിയ പ്രൊജക്ഷൻ വരും. ആ പ്രൊജക്ഷൻ ആണ് ഈ സിലിണ്ടർ റൗണ്ടിൽ ഫിക്സ് ചെയ്ത് വയ്ക്കും അല്ലെ. അപ്പൊ അതിനകത്ത് ആ പ്രൊജക്ഷൻ നിൽക്കുന്ന ഭാഗത്ത് മാത്രം ഈ അപ്ലൈ ആവും. ആ ഹോളോ ആയിട്ടുള്ള ചെറിയ അകത്തോട്ടുള്ള ഹോളുള്ള പോർഷനിൽ മാത്രം എന്താവും അവിടെ വാട്ടറും പൊക്കച്ചോണ്ടിരിക്കും. വാട്ടർ ആൻഡ് ഓയില് റിപ്പൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഭാഗത്ത് സ്വാഭാവികമായിട്ട് പ്രിന്റ് ചെയ്യും. ബാക്കിയുള്ള പോർഷൻ കിടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില കൗതുക വാർത്തകൾ നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്ക് ചില ദിവസങ്ങളിൽ പത്രത്തില് ഇതൊക്കെ ഈ പത്രം ആദ്യം പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ആദ്യം ഈ ഒരു ലേഔട്ട് ആണെന്ന് അതിനകത്ത് ആദ്യം എന്ത് പ്രിന്റ് ആവും? ചെയ്യാനുള്ള മാത്രം ഉണ്ടാവും. അടുത്ത കോപ്പിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മജന്ത മാത്രം ഉണ്ടാവും. അടുത്ത സൈഡിലേക്ക് ചെല്ലുമ്പോൾ യെല്ലോ മാത്രം ഉണ്ടാവും. ലാസ്റ്റ് ബ്ലാക്കിലേക്ക് പ്രിന്റ് ആവും. ഇത് കൃത്യമായിട്ട് ഇതിന്റെ മുകളിൽ ഒന്നായിട്ട് കൃത്യമായിട്ട് പ്രിന്റ് ആയില്ലെങ്കിൽ രജിസ്ട്രേഷൻ കറക്റ്റ് അല്ല ഓവർലാപ്പ് ചെയ്ത് കൃത്യമായിട്ട് പ്രിന്റ് ആയില്ലെങ്കിൽ എന്ത് പറ്റും? പടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അല്ലേ. മനസ്സിലായില്ലേ? ഒരു പേജിന്റെ 4 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. നമ്മുടെ പത്രത്തിൽ ഇങ്ങനെ ഈ താഴത്തെ ഈ മാർജിൻ ഏരിയ ഉണ്ടോ? ഇപ്പൊ ലെഫ്റ്റ് ടോപ്പ് ബോട്ടം ലെഫ്റ്റ് റൈറ്റ് നമ്മൾ മാർജിൻസ് ഉണ്ട്. ഈ മാർജിൻസ് ഏരിയയിൽ കിടക്കുന്ന ചില കളർ വാല്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ കാണുന്ന കുറച്ച് കളർ വാല്യൂസ് നിങ്ങൾ ഉപയോഗിക്കുന്നു. ഈ പത്രം ആ സ്ലൈഡിലൂടെ കടന്നു പോകുമ്പോൾ സിയാൻ കളർ പ്രിന്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സിയാൻ ഡോട്ട് വരും. ഓക്കെ, മജന്ത വീഴുമ്പോഴത്തേക്ക് മജന്ത ഡോട്ട് വരും. എല്ലാം ഡോട്ട് വരും. ലാസ്റ്റ് ബ്ലാക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഡോട്ട്. എന്ന് പറഞ്ഞാൽ ആ പ്രിന്ററിനും ആ ഡിസൈനേഴ്സിന് അങ്ങനെ ആ പ്രിന്റിംഗ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട കുറേ പേപ്പർ ബുക്ക് നോക്കിയിട്ടാണ് ഇവർ അതിന്റെ എന്ത് ഫിക്സ് ചെയ്യുന്നത് അതിന്റെ രജിസ്ട്രേഷൻ കറക്റ്റ് ചെയ്യും. രജിസ്ട്രേഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ ചില ദിവസങ്ങളിൽ പത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ഇമേജുകൾ ഇങ്ങനെ 4 പല കളേഴ്സ് ഇങ്ങനെ മാറിയിരിക്കും അല്ലെ. മൾട്ടി കളർ ആയിരിക്കില്ല. ഈ സിയാൻ മജന്ത യെല്ലോ കളേഴ്സ് ഒക്കെ മാറി കളർ 2-3 കണ്ടെങ്കിൽ അത് വരുന്നത് ആ രജിസ്ട്രേഷൻ കറക്റ്റ് അല്ലാതിരിക്കുന്നത്. ഇപ്പൊ പിന്നെ മിഷൻസ് എല്ലാം ഓട്ടോമാറ്റിക് ആണ്, ഡിജിറ്റലാണ്. അപ്പൊ അങ്ങനെ ഫാസ്റ്റ് സെൻസർ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് രജിസ്ട്രേഷൻ കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടെക്നിക്കൽ വശം ഞാൻ പറയാം. നമ്മൾ അതിന്റെ ഒരു ബ്ലാക്ക് കൊടുക്കുമ്പോൾ ആദ്യം സിയാൻ പ്രിന്റ് ചെയ്യുന്നു, പിന്നെ മജന്ത പ്രിന്റ് ചെയ്യുന്നു, യെല്ലോ പ്രിന്റ് ചെയ്യുന്നു, ബ്ലാക്ക് പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ രജിസ്ട്രേഷൻ നമുക്ക് ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ആദ്യം പ്രിന്റ് ആവുന്നത് അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വരുന്നത് ഈ സോഫ്റ്റ്വെയറിനകത്ത് വിൻഡോസിനകത്ത് ഫ്ലാഷസ് പാലറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാനുണ്ടെങ്കിൽ എന്തൊരു ഫ്ലാഷസിനകത്ത് കുറെ ബ്ലാക്കുകൾ കൊടുത്തിട്ട് ഫസ്റ്റ് നൺ ബട്ടൺ ആണ്. രണ്ടാമത് ചെയ്യുന്ന സാധനം രജിസ്ട്രേഷൻ എന്നൊരു കളർ കേട്ടോ. രജിസ്ട്രേഷൻ അത് കഴിഞ്ഞിട്ടാണ് CMYK ബ്ലാക്ക്. ഓക്കെ, ബ്ലാക്ക് കളർ പെർഫെക്റ്റ് ബ്ലാക്കിന്റെ വാല്യൂ സിയാൻ മജന്ത യെല്ലോ 0 ആയിരിക്കും. കെ മാത്രം 100 ആയിരിക്കും. അത് പെർഫെക്റ്റ് പ്രിന്റിംഗ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് കൂടാതെ ബ്ലാക്ക് ആണെങ്കിൽ രജിസ്ട്രേഷൻ ബ്ലാക്ക് അത് സെപ്പറേറ്റ് കളറാണ് രജിസ്ട്രേഷൻ ബ്ലാക്ക് എന്ന് പറയുന്നത്. അത് ഫുള്ള് 100 വരുന്ന രജിസ്ട്രേഷൻ കേട്ടോ. എല്ലാ ചാനലിലും ഉണ്ടാവും. അപ്പൊ എല്ലാ ചാനലിലും പ്രിന്റ് ആയാലും കൃത്യമായിട്ട് അതിങ്ങനെ പ്ലസിനകത്ത് ക്രോസ് ഉണ്ടല്ലേ, അതിന്റെ സെന്റർ ഉണ്ടല്ലേ, സെന്റർ വെച്ചിട്ട് ബാലൻസ്. അപ്പൊ അതേ പ്രിന്റിലായിരിക്കും അടുത്ത താലത്തിലൂടെ കയറി ഓർഗനൈസ് അറിയാൻ സെൻസറി അറേഞ്ച് ചെയ്യും. മൂന്നാമത് ഇങ്ങനെ അറേഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെ രജിസ്ട്രേഷൻ കറക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് തന്നെ ബാലൻസ് ചെയ്ത് പോകും. അപ്പൊ അതാണ് രജിസ്ട്രേഷൻ കളർ. രണ്ടാമത് വരുന്ന CMYK പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ CTP സംഭവിക്കുന്നത് എന്താ? ഒരു പോസിറ്റീവ് ഇമേജിന് നെഗറ്റീവ് പ്ലേറ്റ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ആ പ്ലേറ്റ് ആക്കി മാറ്റുന്നത് 4 പ്ലേറ്റ് ആവും. ഇത് ഉള്ള മെഷീനിലേക്ക് ലോഡ് ചെയ്യുന്നു. പ്രിന്റ് ചെയ്ത പേപ്പറിലേക്ക് പോകുന്ന പ്രോസസ്സിനെ കുറിച്ച് അപ്പോൾ പറഞ്ഞു. അപ്പൊ പ്രിന്റിംഗ് ആണെന്ന് പറഞ്ഞു എന്താ ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് എത്തുന്നുണ്ട്. ഡയറക്റ്റ് പ്രിന്റ് ചെയ്യും, ഇൻഡയറക്റ്റ് പ്രിന്റ് ചെയ്യുന്നു.